രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നു. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അടക്കമുള്ള ആപ്ലിക്കേഷനുകളിലെ ഇടപാടുകളാണ് തടസ്സപ്പെടുന്നത്. ഹോം ഡെലിവറി, ഓൺലൈൻ ഷോപ്പിംഗ്, റെയിൽവേ അടക്കമുള്ള ബുക്കിംഗ് ആപ്പുകളുടെ പ്രവർത്തനങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി. ഒരാഴ്ചക്കിടെ ഇത് 3-ാം തവണയാണ് UPI പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നത്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം അച്യുതനിലേക്കാണ് ഡൽഹിയിൽ നിന്ന്. വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിനിധികൾ ചേരുന്നു. അവിടെ ഡൽഹിയിൽ ഇപ്പോൾ അച്യുതൻ, നമുക്ക് സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ വച്ചിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. എല്ലാം ഓൺലൈനായാണ്, UPI ഇടപാടുകളാണ്, പേടിഎം അങ്ങനെയാണ് പോകുന്നത്. ഇത് തടസ്സമുണ്ടാക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? അവിടെയുള്ളവർ എന്താണ് പറയുന്നത്? അസ്മിത, ഒരു മിക്ക ആളുകളെയും ബുദ്ധിമുട്ടിലാക്കിയ ഒരു പ്രശ്നമാണ്. അതായത് രാജ്യത്തെ UPI സേവനങ്ങൾക്ക് ഒരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല ആളുകൾക്കും ആ തകരാറ് പരിഹരിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ഈ ഓൺലൈൻ സേവനങ്ങൾ, ഈ പേയ്മെന്റ് സേവനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കകത്തത് 3-ാം തവണയാണ് ഇത്തരമൊരു തകരാറ് സംഭവിക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല പേയ്മെന്റുകൾക്കായി ആളുകൾ ചെല്ലുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പേയ്മെന്റ് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പലയിടങ്ങളിലും അത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരുന്ന ചില റിപ്പോർട്ടുകൾ എന്നുള്ളത് ഈ തകരാറിലായ UPI സേവനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. പക്ഷെ അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഒട്ടുമിക്ക ആളുകളെയും ബുദ്ധിമുട്ടിലാക്കിയ ഒരു സംഭവമാണിത്. ഇനി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഈ ഡിജിറ്റൽ വാലറ്റുകൾ വന്ന് പിന്നെ നമ്മുടെ കയ്യിൽ പേഴ്സ് പോലും പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു കടയിലൊക്കെ പോയി പെട്ടെന്നൊന്ന് പേയ്മെന്റ് നടത്തണമെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാജ്യത്തുടനീളം 3 മണിക്കൂറോളമാണ് UPI സേവനം തടസ്സപ്പെട്ടത്. പ്രത്യേകിച്ച് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളെയും കാര്യമായി ബാധിച്ചു. അല്പസമയം മുമ്പാണ് UPI സേവനം ഭാഗികമായെങ്കിലും നിലവിൽ ക്രമീകരിക്കാനായിട്ടുള്ളത്. പല കടകളിലും രാവിലെ ആളുകൾ എത്തി പണം ചെയ്യാൻ, ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുന്ന സമയത്ത് സാധ്യമാവുന്നില്ല. അതിൻ്റെ തകരാറൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ക്ലിയറായി തന്നെ നടക്കുന്നുണ്ടല്ലേ? ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 90% നമ്മളുടെ ഈ ബിസിനസ് നടക്കുന്നത് ഇപ്പോൾ UPI പോലുള്ള പേയ്മെൻറ്റ് ആപ്പ് വഴിയൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിശ്ചലമായി പോകും. പണം കൊണ്ടുവരുന്ന പരിപാടി തീരെ ഇല്ല. ഒരു 10% പോലും പണം ഇപ്പോൾ വരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും വളരെ മോശമാണ്. പെട്ടെന്ന് ഉണ്ടാവുന്ന ഇതെങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നെറ്റ് കട്ടായാലും എന്താണ് അവസ്ഥ, അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ്. നമ്മളിതിൻ്റെ കസ്റ്റമർ കെയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും അതിനൊരു സമയപരിധി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ റെഡി ആവുള്ളൂ. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വ്യാപാര സ്ഥാപനങ്ങളെ പെട്ടെന്ന് തന്നെ ബാധിക്കും. അതാണ് ഈ ചില്ലറ വ്യാപാരം നടത്തുന്ന ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ടുണ്ട്. ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ കച്ചവടക്കാരടക്കം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇടങ്ങളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇതറിയാതെ ഈ UPI ഇടപാടുകൾ ഇങ്ങനെ പ്രതിസന്ധിയിലാണ് എന്നറിയാതെ ഒരുപാട് പേർ ഈ കടകളിലൊക്കെ പണം നൽകാതെ നിൽക്കുന്നുണ്ടോ? കീർത്തന, ഏകദേശം 11 മണി മുതൽ വലിയ തോതിൽ ഈ UPI ഇടപാടുകൾക്ക് തടസ്സം രാജ്യമാകെ നേരിട്ടിരുന്നു. പത്തനംതിട്ടയിലും വ്യാപാരങ്ങളെ അത് സാരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ UPI ഇടപാടുകൾ, ഗൂഗിൾ പേ, ഫോൺ പേ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള UPI ഇടപാടുകൾ പൂർവ്വസ്ഥിതിയിലായി എന്നാണ് കടയിലുള്ള ആളുകൾ പറയുന്നത്. ചില ബാങ്കുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് മാത്രമാണ് നിലവിൽ തടസ്സം നേരിടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ആളുകൾ വ്യാപകമായി UPI ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അത്തരം ഇടപാടുകൾക്ക് വലിയ തടസ്സം നേരിട്ടിരുന്നു. ഈ പണം മറ്റും വാങ്ങാൻ കാർഡുകളും മറ്റും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ അവസ്ഥ മാറിയെന്നാണ് കടയിലുള്ള ആളുകളും മറ്റും പറയുന്നത്. ചേച്ചി, ഇപ്പം എങ്ങനെയാണ് UPI ഇടപാടൊക്കെ കിട്ടുന്നുണ്ട്? അല്ല, ഇപ്പോൾ അത്യാവശ്യമൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് തോന്നിക്കൊണ്ടിരുന്നത്? ആയിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളില്ല എന്നാണ് ഈ കടയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ചേട്ടാ, ഈ UPI ഇടപാടുകൾക്കൊക്കെ രാവിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ പ്രശ്നം? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഫുൾ ഗൂഗിൾ പേയും ഇതൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഗൂഗിൾ പേ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏറെക്കുറെ ശരിയായിട്ടുണ്ടല്ലോ? ശരിയാക്കിയെന്ന് പറയുന്നവർ.
അറിയാൻ വയ്യ കടക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഏറെക്കുറെ എല്ലാ ബാങ്കുകളുടെയും UPI ഇടപാടുകൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. ഈ മാസം തന്നെ 3-ാം തവണയാണ് ഇത്തരത്തിൽ രാജ്യമാകെ വ്യാപകമായി UPI ഇടപാടുകൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഇടപാടുകാരെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയുമാണ് സൃഷ്ടിച്ചത്. കാരണം എല്ലാ ആളുകളും ഈ മൊബൈൽ ഫോണുമായി നടക്കുമ്പോൾ തന്നെ കാർഡുകൾ ഉപയോഗിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാർഡുകളെ ഇത്തരത്തിൽ UPI ഇടപാടുകൾ തടസ്സപ്പെടുമ്പോൾ കാർഡുകൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് ആളുകൾക്കുണ്ടാവുന്നത്. ഈ പണരഹിത ട്രാൻസാക്ഷൻ്റെ ഭാഗമായി നിലവിൽ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇടപാടുകളാണ് നിലവിൽ നടന്നു വരുന്നത്. അത്തരം ഇടപാടുകാരെയാണ് ഇത് വലിയ തോതിൽ ബാധിച്ചത്. എന്തായാലും ചേട്ടാ, ഈ രാവിലെയൊക്കെ ഈ കച്ചവടത്തേക്ക് ഇത് ബാധിച്ചിരുന്നു? കാര്യമായ രീതിയിൽ ബാധിച്ചിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു മൊത്തത്തിൽ എല്ലാ കസ്റ്റമേഴ്സിനും. ആളുകളിൽ കാശുമില്ല, കാർഡും ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലേ? അതും ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എങ്ങനെ ഏറെക്കുറെ ഇപ്പം ശരിയായി എന്ന് പറയുന്നു. കറക്റ്റായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ ഭാഗികമായി UPI ഇടപാടുകൾ പത്തനംതിട്ടയിൽ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. രാജ്യത്ത് ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് UPI തടസ്സപ്പെട്ടതോടുകൂടി അനുഭവപ്പെട്ടത്.